ഗൗതം, എല്ലാവർക്കും എന്നോട് ദേഷ്യം. ഗൗതം കൂടി ഇങ്ങനെ പെരുമാറിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എടുത്ത തീരുമാനം അംഗീകരിച്ച് കൈയടിക്കണോ? കാഷായം ധരിച്ച് രുദ്രാക്ഷ വിട്ട് സന്യസിക്കാൻ പോണോ? ഇപ്പൊ ടൗണിലെ ഏറ്റവും മുന്തിയ ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ് വന്ന് ഈ റൂം ഒരു മണിയറയായിട്ട് അലങ്കരിക്കേണ്ട സമയം. ഹണിമൂൺ ട്രിപ്പ് പോകാൻ ഓഫീസിലെ ജോലികൾ ധൃതിയിൽ ചെയ്ത് തീർക്കേണ്ട സമയം. എല്ലാം തല്ലിക്കെടുത്തിട്ട് നിനക്ക് എങ്ങനെ എന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ തോന്നുന്നു? ഞാൻ തെറ്റുകാരിയാണെന്ന് സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ ശിവാനിക്ക് ഉടനെ ഒരു നല്ല പയ്യനെ കണ്ടെത്താൻ പറ്റും. ഒരു മാസത്തിനുള്ളിൽ തന്നെ അവളുടെ കല്യാണം നമുക്ക് നടത്താം. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ ഈ ഭിത്തി തേച്ചൊട്ടിച്ചേനെ. എടീ, കല്യാണ മണ്ഡപത്തിൽ നിന്ന് ചെറുക്കൻ വീട്ടുകാർ തന്ന സ്വർണവും എടുത്ത് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി അവൾക്ക് നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണാലോചന വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?